നമ്മളൊരു ടെസ്റ്റ് ഡ്രൈവ് അടിക്കുകയാണ് ഇപ്പോൾ. നമ്മൾ പിടിച്ചോ. ഇത് കണ്ടോ, വണ്ടിയൊക്കെ പോകുന്നുണ്ടോ, സിഗ്നൽ കണ്ടോ, ചുമല കത്തി കിടക്കുന്നത്. നമുക്ക് ടോട്ടലി നമ്മുടെ അപ്പോൾ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഒരു പുതിയ വണ്ടി വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു നമ്മുടെ ഓഡി വിറ്റിട്ട് നമുക്കൊരു പുതിയ വണ്ടി വാങ്ങിക്കണമെന്നുള്ളത്. അപ്പം ഞാനൊരു BMW ഒരു ടെസ്ലയും നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരനോടെ പോയി ഇപ്പോൾ കാണാൻ പോവാണ്. കണ്ടിട്ട് നമുക്ക് അതിനെപ്പറ്റി വണ്ടി വാങ്ങിക്കണോ, ഏത് വണ്ടിയാണ് നമുക്ക് ആപ്റ്റായിട്ടുള്ളത്, നമുക്കത് ഏതായിരിക്കും നമുക്ക് ബെസ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കി കണ്ട് ഇന്ന് നമ്മൾ ഒരു വണ്ടി ഇറക്കുകയാണ്. നമ്മൾ ഓൺ ദ വേ ആണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ട്. അവൻ ഈ ക്യാമറ ഒന്ന് പിടിച്ച് നോക്കിയിട്ട് കാണിച്ചട നിന്നെ. ഇവൻ പഴയ ദുബായിൽ വണ്ടി പ്രാന്തനായിരുന്നു. അപ്പോൾ ഇവനെ വിളിച്ച് നമുക്ക് പോവുകയാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ റിവ്യൂകളും കാര്യങ്ങളും അതിൻ്റെ കണ്ടീഷൻസൊക്കെ അറിയാലോ എന്ന് വിചാരിച്ച് നമ്മൾ രണ്ടുപേർക്കും ഇന്ന് ഓഫാണ്. അല്ല, ഇവനിന്ന് നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേർക്കും പോയി വണ്ടി നോക്കി നമുക്കപ്പം ഗ്യാരേജിൽ എത്തിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ടെസ്ല. നമ്മൾ ഓടിക്കുകയാണ്. നമ്മുടെ കയ്യിലോട്ട് സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മളിതിപ്പം ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഫ്രണ്ട് തപ്പത്തിന് എന്നെ കാണിക്കുവാണ്. ഓക്കെ, നമ്മളൊരു ടെസ്റ്റ് ഡ്രൈവ് അടിക്കുകയാണ് ഇപ്പോൾ. നമ്മൾ പിടിച്ചോ. മൈ ഗോഡ്, ഇതെന്തുവാണ് കാണിച്ചപ്പോ? അത് ഹാർഡ് ആക്സിലറേഷൻ ഉള്ള. ഓ ആണോ, എന്റെ പൊന്നളിയാ. അപ്പോൾ നമ്മൾ ടെസ്ല ഇനിയിപ്പോൾ നമ്മൾ ഇതിന് പൈസ കൊടുത്ത സാധനം വീട്ടിലോട്ട് നമ്മൾ ഇറക്കുകയാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ പയ്യെ നിങ്ങൾക്കെല്ലാം തരുന്നതാണ്. അങ്ങനെ നമ്മുടെ ഡ്രീം ആയിട്ടുള്ള ടെസ്ല നമ്മുടെ കയ്യിലോട്ട് കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ ടെസ്ലയുടെ നമ്മുടെ നടുക്കുള്ള സ്ക്രീനിൽ എന്തുവാന്ന് കണ്ടോ. നമ്മുടെ എല്ലാ വണ്ടിയും ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ മാപ്പൊന്നും ഇടാത്തതുകൊണ്ടില്ല. ഈ വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ മൊത്തം ഇതിലാണ് നമ്മൾ വണ്ടി എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അല്ല നമുക്ക് ഈ സ്പീഡോമീറ്ററോ ഓഡോമീറ്ററോ വേറെ എന്തുവാ നമ്മുടെ ഈ സൈഡ് മിറർ കൺട്രോൾ ചെയ്യാനുള്ള സാധനങ്ങളോ ഒന്നും ഈ വണ്ടിയിലില്ല. എല്ലാം ഈ വണ്ടിയുടെ, പിന്നെ ഈ വണ്ടിയുടെ മേൽഭാഗം കണ്ടോ, ഫുള്ളി നമ്മുടെ ഒരു റിയൽ ഒരു ഫ്യൂച്ചറിലേക്ക് പോയ പോലാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ കണ്ടു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഡീറ്റെയിൽ ടെസ്ലയുടെ റിവ്യൂ നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. എന്തായാലും എൻ്റെ കൂട്ടുകാരൻ ക്രിസ്റ്റി ഇത് ഓടിച്ച് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അതെ, അവൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു മാജിക്കൽ വണ്ടിയാണെന്നാണ് അവൻ പറയുന്നത്. ഇവർ രണ്ടുപേരും നമ്മുടെ പഴയ വണ്ടിയുടെ വാല്യുവേഷൻ നോക്കുകയാണ്. അതിന് എത്ര രൂപയ്ക്ക് നമുക്ക് എക്സ്ചേഞ്ച് അടിക്കാം, നമുക്ക് എത്ര രൂപയ്ക്ക് അത് വാങ്ങിക്കാം, അതിനെന്തെങ്കിലും കംപ്ലയിൻറ്റുകളുണ്ടോ, എത്ര രൂപ നമ്മളെ കൊണ്ട് കുറപ്പിക്കുക എന്നുള്ള രീതിയിൽ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ആ വണ്ടിയുടെ വിലയും കൂടെ കുറച്ച് നമുക്ക് ഈ വണ്ടിയുടെ വില കൊടുത്താൽ മതി. ആ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മളതിന് വേണ്ടി കാത്തു നിൽക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫൈനൽ പേയ്മെൻറ്റും കൊടുത്ത് നമുക്ക് നമ്മുടെ മുത്തിനെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ ബോയ്സ്, നമ്മൾ ടെസ്ലയ്ക്കുള്ള അഡ്വാൻസ് കൊടുത്തിരിക്കുകയാണ്. ഇന്ന് തിങ്കളാഴ്ച. നാളെ ചൊവ്വാഴ്ച പോയി നമ്മൾ ടെസ്ല എടുക്കുന്നതാണ്. നമ്മളൊരു ടെസ്ല മുതലാളിയാകാൻ പോവുകയാണ്. അതിൻ്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഓരോ ബിയർ അടിച്ച് ഈ ഒരു സന്തോഷത്തിന് ഒരു ബിയർ അടിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെ അപ്പടിക്കാനാ നമ്മൾ പിന്നെ ജീവിച്ചിരിക്കുന്നത്. ഇതൊക്കെയല്ലേ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. നമ്മൾ 2 ബിയർ അടിക്കുന്നു, സന്തോഷകരമായി നമ്മൾ വീട്ടിലോട്ട് പിരിയുന്നു. നാളെ പോയി ഞങ്ങൾ കയ്യിലോട്ട് എടുക്കുന്നതാണ്. എന്നിട്ട് ഇനി നമ്മൾ ടെസ്ല ബോയ്സ് എന്നറിയപ്പെടുന്നതാണ്. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ നാളത്തെ അപ്ഡേറ്റ്സൂടെ നമ്മൾ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് ടോട്ടൽ വീഡിയോസ് ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ വിട്ടുപോ. അപ്പോൾ ഇന്നാണ് ആ ദിവസം. നമ്മൾ വണ്ടി കളക്ട് ചെയ്യാൻ പോവാണ്. വളരെ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അതിപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വണ്ടി നമ്മൾ പോയി എടുക്കുന്നതിൻ്റെ ദിവസത്തെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് എനിക്കിപ്പം മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് ബാങ്കിൽ പോകണം, നമുക്ക് ഡ്രാഫ്റ്റ് എടുക്കണം, അവരുടെ പേരിൽ ഫുൾ പേയ്മെൻറ്റ് ഇന്ന് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് കളക്ട് ചെയ്യും. നമ്മുടെ വണ്ടിയുടെ NCT ആണിന്ന്. NCT എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വർഷത്തിലൊരിക്കലും നമ്മുടെ വണ്ടി
ടെസ്റ്റ് ചെയ്യിക്കണം ഇവിടുത്തെ ആളുകളെ കൊണ്ട്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും വണ്ടി ഒരു വർഷം കൂടെ ഒരു പ്രശ്നവുമില്ലാതെ ഓടും എന്നിവരെ നമുക്ക് സർട്ടിഫൈ ചെയ്ത് തരുന്ന ഒരു ടെസ്റ്റാണ് NCT എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ഓൾറെഡി നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു ടെസ്റ്റായിരുന്നു NCTയുടെ. നമ്മൾ ഈ വണ്ടി വിൽക്കുമെന്ന് ആ സമയത്തൊന്നും വിചാരിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഡേറ്റ് എടുത്ത് വെച്ചിരുന്നു. അത് ഇന്നായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഈ വണ്ടി കൊണ്ടുപോയി കൊടുക്കും. ഇപ്പം ടെസ്റ്റ് തോറ്റുപോയാലും പ്രശ്നമൊന്നുമില്ല, അവർ ശരിയാക്കിയിട്ട് അവർ ട്രേഡ് ചെയ്തോളും. ജയിച്ചാൽ അത്രയും സന്തോഷം, അവർക്ക് അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ NCT പാസ്സാവും നമുക്ക് വിചാരിക്കാം. കാരണം ഇതിലും കുറച്ച് കംപ്ലയിൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് പാസ്സാവോ ഇല്ലയോ നമുക്ക് 100% ഉറപ്പില്ല എനിക്ക്. എന്നാലും കൊണ്ടുപോയി കൊടുക്കണം. ഇവിടെ അതൊരു എല്ലാ വർഷവും ചെയ്യേണ്ട ഒരു മാൻഡേറ്ററി കാര്യമാണ്. നമ്മൾ ഇന്ന് അതിൻ്റെ ഡേറ്റ് ആയിപ്പോയി, അതുകൊണ്ട് നമ്മളിത് ചെയ്യുന്നു, വണ്ടി കൊണ്ടുപോയി കൊടുക്കുന്നു. അല്ലാതെ നമ്മൾ വണ്ടി വിൽക്കാൻ വേണ്ടിയിട്ട് NCT ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി NCT തോറ്റിരിക്കുകയാണ്. അത് ആകെ എല്ലാം ഓക്കെ ആയിരുന്നു. ജസ്റ്റ് നമ്മുടെ ടയറിൻ്റെ ഒരു വാൾവ് ഉണ്ടായിരുന്നു, അത് റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിപ്പം റീചെക്ക് ചെയ്യേണ്ട സമയത്ത് സാധാരണ 35 യൂറോ അങ്ങോട്ട് കൊടുക്കണം, 25-35 യൂറോ കൊടുക്കണം. ഇത് 0 ആണ് ഇട്ടേക്കുന്നത്. കാരണം ഇത് ഇങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം അല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു വാൾവ് മാത്രം മാറ്റിയാൽ മതി എന്നതുകൊണ്ട് അവരത് 0 ആക്കി തന്നെനിക്ക്. അതിപ്പോൾ ഏതെങ്കിലും ഡേറ്റിൽ വന്നാൽ മതി, അതിപ്പോൾ അവർ ചെയ്തോളും, നമ്മുടെ വണ്ടി വാങ്ങിക്കുന്നവർ ചെയ്തോളും. അപ്പോൾ എന്തായാലും സീരിയസ് ആയിട്ട് വിഷയങ്ങളൊന്നും നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ നമ്മൾ ബാങ്കിൽ പോകുന്നു, വണ്ടി എടുക്കുന്നു, കൂൾ. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി കളക്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇവിടെ എത്തി. നമ്മുടെ പഴയ വണ്ടിയിൽ നിന്ന് ഇൻഷുറൻസ് മാറ്റി നമ്മുടെ പുതിയ വണ്ടിയിലോട്ട് ആക്കണമായിരുന്നു. അതങ്ങനെ ഫോൺ കോളൊക്കെ ചെയ്ത് നമ്മൾ ആ സംഭവം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വണ്ടി കിടക്കുന്നു. ഗൈസ്, നമ്മുടെ വണ്ടി കിട്ടി. Looks fantastic. Right. You got your parking permit. അങ്ങനെ നമ്മളൊരു ടെസ്ല ഓണേഴ്സ് ആയിരിക്കുകയാണ്. ഞാൻ എൻ്റെ സ്വന്തം ടെസ്ലയിൽ ഇരിക്കുകയാണ്. ഇവർ നമുക്ക് ഒരു ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട്, ഒരു വൈനും കുറച്ച് ചോക്ലേറ്റ്സും ആണ്. പിന്നെ ഞാൻ എൻ്റെ ടെസ്ലയിൽ ഇരിക്കുന്നു. ഇതാ നമ്മുടെ ടെസ്ല. മാപ്പൊക്കെ നമുക്ക് മാറ്റിയേക്കാം, നമുക്ക് മാപ്പൊന്നും വേണ്ട. എന്ത് ചെയ്ത് നമുക്കപ്പം 2 പാട്ടൊക്കെ വെച്ച് വിട്ടേക്കാം. നെഞ്ചിനുള്ളിൽ തീയാണ്, തേനാണ്, കരളാണ് എന്നൊക്കെ പാട്ടൊക്കെ ഇട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഓക്കെ, നമുക്ക് ഈ ടെസ്ല ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ താക്കോലോ കുന്തോന്നുമില്ല. ഇത് കണ്ടോ, ഇതൊരു കാർഡാണ്. ഇത് കണ്ടോ, ഇത് ടെസ്ലയുടെ ഇതാണ് ടെസ്ലയുടെ താക്കോൽ. ഓക്കെ, ഇത് താക്കോലില്ലാതെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അതിന് നമുക്ക് ടെസ്ല കമ്പനിയിൽ നമുക്ക് അടുത്ത ആഴ്ച ഒന്ന് പോകണം, ഇവിടുത്തെ ഹെഡ്ക്വാർട്ടേഴ്സിൽ. എന്നിട്ട് നമ്മൾ ഓണറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഫോൺ തന്നെ മതി. എല്ലാ സംഭവവും നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ചെയ്യാനേ ഉള്ളൂ. ആ ടെസ്ല കമ്പനിയിൽ പോകാൻ നമ്മുടെ ഓണർഷിപ്പ് മാറാൻ ഒരാഴ്ച എടുക്കുന്നതുകൊണ്ട് ആ ഒരാഴ്ചത്തേക്ക് നമുക്ക് ഇത് മതി. ഈ സാധനം വെച്ച് നമുക്ക് നമ്മുടെ വണ്ടി ഓപ്പറേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പോലും ആവശ്യമില്ല, നമുക്ക് ഫോൺ മതി. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ വീഡിയോ. ഇത് നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി തളച്ചിടട്ടെ, എന്നിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. വീടെത്തുന്നവരെ ഞാൻ ഇവനെ ഒന്ന് ഓടിച്ച് രസിക്കട്ടെ. ഓക്കെ, ഇത് കണ്ടോ, വണ്ടിയൊക്കെ പോകുന്നുണ്ടോ, സിഗ്നൽ കണ്ടോ, ചുമല കത്തി കിടക്കുന്നത് നമുക്ക് ടോട്ടലി നമ്മുടെ ബാക്ക് സൈഡിലും ഫ്രണ്ടിലും ഒക്കെ എന്നാ ഉള്ളതെന്ന് നമുക്ക് ഇതിൽ തന്നെ കാണാം. ഞാൻ മാപ്പിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വണ്ടി കൊണ്ടുപോയി നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്ന ടെസ്ലയുടെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ കുറച്ച് ദിവസം ഓടിക്കട്ടെ. ഇതിനകത്ത് എന്തൊക്കെയാണ് ഫംഗ്ഷൻ ഉള്ളതെന്ന് എനിക്ക് തന്നെ ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ എന്തൊക്കെയോ ഇഷ്ടംപോലെ ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷൻസ് എന്തുവാണെന്ന് ഞാനൊന്ന് ആദ്യം പഠിക്കട്ടെ. എന്നിട്ട് ഞാൻ 2 ആഴ്ച ഓടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ സൈനിങ് ഓഫ്, ബൈ.